മാർപ്പാപ്പായെ പറ്റി പറയുമ്പോൾ മറ്റൊരു കാര്യമാണ് ഈ LGBTQ, അതായത് ഈ സ്വവർഗ വിവാഹിതരായിട്ടുള്ള ആളുകൾക്ക്. അവർ സ്വവർഗ വിവാഹം പള്ളിയിൽ നടത്തുന്നില്ല, എങ്കിലും അവർക്ക് സ്വവർഗ വിവാഹം നടത്തുന്ന ആളുകൾ, അപ്പോൾ അതൊരു ഒരു പാപമാണ്. അവർ പള്ളിയിൽ പോലും വരാൻ പാടില്ല എന്നാണ് ചില വൈദികരും ചില മെത്രാന്മാരും ഒക്കെ കണക്കാക്കുന്നത് പറയുന്നത്. നേരെ മറിച്ച് മാർപ്പാപ്പ പറഞ്ഞത് ഇപ്പോൾ അവർ പള്ളിയിൽ വരികയും അവർക്ക് കുർബാന സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അത് നിരസിക്കേണ്ട കാര്യമില്ല. നമ്മളത് അംഗീകരിച്ചിട്ടല്ല, പക്ഷെ അവർ കുർബാന സ്വീകരിക്കാനായിട്ട് അവർ വരുന്നു. അപ്പോൾ അവരെ നമ്മൾ വിലക്കേണ്ടതില്ല എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. അപ്പോൾ അതിനെയാണ് ആഫ്രിക്കയിലെ കർദിനാൾ എതിർത്തത്. അത് പറ്റത്തില്ല, ആഫ്രിക്കയിൽ ആ നിയമം അത് നടപ്പാക്കുകയില്ല. കാരണം അവരൊക്കെ ആ ട്രഡീഷണൽ കൂടുതൽ പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന പാരമ്പര്യ രീതിയിലുള്ള ക്രൈസ്തവ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാണ്. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാനാവില്ല. മാർപ്പാപ്പ അതിന് എതിരൊന്നും പറയുകയുണ്ടായില്ല. അപ്പോൾ അവിടെയും മാർപ്പാപ്പ ഈ ആളുകളുടെ മാറ്റത്തിനനുസരിച്ച് ആളുകളെ ആണ് നോക്കുന്നത്, അവരുടെ മനസ്സിനെയാണ് നോക്കുന്നത്. അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, അവരുടെ വിശ്വാസവും അവരുടെ ദൈവത്തോടുള്ള അവരുടെ താല്പര്യവും. അപ്പോൾ അതിനെ നിരസിക്കേണ്ടതില്ല എന്നാണ് മാർപ്പാപ്പ പറഞ്ഞത്. അതൊരു വലിയ മാറ്റം തന്നെ. പക്ഷെ അതേസമയം തന്നെ ഇതൊന്നും ഈ വിശ്വാസ സത്യമായിട്ട് സഭയിൽ വലിയ മാറ്റങ്ങൾ അദ്ദേഹം വരുത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം. പറഞ്ഞാൽ ഉടച്ചു പാർക്കുകയോ ഒന്നും ചെയ്തില്ല. ഇപ്പം വൈദികരുടെ വിവാഹം അതിനൊരു തീരുമാനം എടുത്തില്ല. ഇനി വനിതകൾക്ക് പൗരോഹിത്യം, അക്കാര്യത്തിലും ഒരു തീരുമാനം എടുത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം ട്രഡീഷണലായിട്ട് പോകുന്നു. എന്ന് മാത്രമല്ല, ഇപ്പം നമുക്ക് കാണുന്ന ഒരു പുതിയ ട്രെൻഡ്, ഈ ആളുകളിൽ ഇപ്പം അടുത്ത കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങളായിട്ട് 5-10 വർഷത്തെ ആയിട്ട് ഈ വിശ്വാസ കാര്യങ്ങളിൽ കൂടുതൽ ആളുകൾ പള്ളികളിലൊക്കെ പോകാൻ തുടങ്ങുകയും പള്ളിയിലൊക്കെ വിശ്വാസം കൂടിക്കൊണ്ടിരിക്കുന്നു. യുവതലമുറയൊക്കെ ആണെങ്കിലും വിശ്വാസമില്ലാതെ വളർന്ന ഒരു തലമുറയിൽ നിന്ന് കുറച്ചുകൂടെ വിശ്വാസമുള്ള ഒരു തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ഇലക്ഷനിലൊക്കെ ഈ റൈറ്റ് വിങ്ങിലേക്ക് ഇലക്ഷൻ ആളുകൾ പിന്തിരിയുന്നത്. ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് തീവ്ര വോക്കിസവും അതുപോലെ തന്നെയുള്ള LGBTQ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലുള്ള താല്പര്യം വിട്ടിട്ട് മതപരമായ കാര്യങ്ങളിലും മതപരമായ വിശ്വാസങ്ങളിലേക്കും യുവതലമുറയും വരുന്ന ഒരു സാഹചര്യം കാണുന്നു. അതുപോലെ തന്നെ ഈ ലത്തീൻ കുർബാന, ലാറ്റിൻ മാസ്, അത് വളരെ ഇപ്പം സംസ്കൃതത്തിൽ ശ്ലോകം ചെല്ലുന്ന പോലെയാണ് ലത്തീനിൽ. ആളുകൾക്ക് മനസ്സിലായി എന്ന് വരില്ല. അപ്പം അതിനോട് വലിയ താല്പര്യം ഇവിടുത്തെ ആളുകൾ കാണിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നില്ല ലാറ്റിൻ മാസ്, പക്ഷേ ജനങ്ങൾക്ക് അതിനോട് വലിയ താല്പര്യം വന്നിരിക്കുന്നു. അത് കുറച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നു.